കഴിഞ്ഞ വീഡിയോയിൽ RBIയുടെ അക്കൗണ്ടിങ് നോംസ് പ്രകാരമുള്ള റെക്കഗ്നിഷൻ ഓഫ് ഇൻകത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് നമ്മൾ നോക്കണേ. അസറ്റിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് പെർഫോമിംഗ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ പെർഫോമിംഗ് അസറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. നോൺ പെർഫോമിംഗ് അസറ്റിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് അസറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോണിൻ്റെ കേസിൽ എടുത്ത എല്ലാവരും അത് റീപേ ചെയ്തോളുന്നില്ല. ചിലവർ മുഴുവനായിട്ട് ഓൾമോസ്റ്റ് റീപേ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ടാവും, ചിലത് തീരെ റീപേ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ അസറ്റ്സിന് എത്രത്തോളം പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും RBI പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പെർഫോമിംഗ് അസറ്റ്സിന് എങ്ങനെയാണ് പ്രൊവിഷൻസിൻ്റെ റേറ്റ് വരുന്നതെന്ന് നോക്കാം. പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അസറ്റ്, വേറൊരു പേരാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് അസറ്റ്സിലെ അഗ്രികൾച്ചറൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ 0.25%, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ 1%, അതേഴ്സ് എന്ന് പറയുമ്പോൾ 0.40%. ഈ റേറ്റ്സ് ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചേ നിവർത്തിയുള്ളൂ. എന്തായാലും ഇത് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അഗ്രികൾച്ചറൽ ലോണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റ്സിൻ്റെ പ്രൊവിഷൻ എത്രയാണ്? 0.25%. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ 1%. ഇനി ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് മാത്രമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.40% ആണ് റേറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞത്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അപ്പോൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സിൻ്റെ പ്രൊവിഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് പോർഷൻ ആണ് എന്നുണ്ടെങ്കിൽ 15% ആണ് പ്രൊവിഷൻ വരുന്നത്. ഇനി അൺസെക്യൂർഡ് പോർഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ലോൺ ആണെന്നുണ്ടെങ്കിൽ 20%, അതേഴ്സ് ആണ് അത് വെറുതെ അൺസെക്യൂർഡ്, സബ്സ്റ്റാൻഡേർഡിലെ അൺസെക്യൂർഡ് പോർഷൻ എന്ന് മാത്രം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജാണ്? 25% പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യണം. നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനായിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡൗട്ട്ഫുൾ അസറ്റ്. അപ്പോൾ ഡൗട്ട്ഫുൾ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ ഡൗട്ട്ഫുൾ അസറ്റിൻ്റെ പ്രൊവിഷൻ കാണുമ്പോൾ പീരീഡ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിവിടെ D1, D2, D3 എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ D1 എന്ന് പറയുമ്പോൾ അപ് ടു 1 ഇയർ ആണ്. D2 എന്ന് പറയുമ്പോൾ 1 ഇയർ ടു 3 ഇയർ. അപ്പോൾ 3 ഇയർ എന്ന് പറയുമ്പോൾ ഏതിൽ വരും? D2 വരും. D3 എന്ന് പറയുമ്പോൾ എത്ര? മോർ ദാൻ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ D3. അപ്പോൾ D1 അപ് ടു 1 ഇയർ, D2 1 to 3 ഇയർ, D3 മോർ ദാൻ 3 ഇയേഴ്സ്. ഞാനിതൊരു ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ D1-ൻ്റെയും D2-ൻ്റെയും D3-യുടെയും അൺസെക്യൂർഡ് പോർഷൻ എപ്പോഴും 100% പ്രൊവിഷൻ നമ്മൾ വെക്കണം. ഇനി സെക്യൂർഡ് പോർഷൻ D1-ന് എത്രയാണ്? 25%, D2-ന് എത്രയാണ്? 40%, D3-ക്ക് 100% സെക്യൂർഡ് പോർഷൻ. അപ്പോൾ സെക്യൂർഡ് പോർഷൻ 25, 40, 100%. അൺസെക്യൂർഡ് എത്രയാണ്? എല്ലാത്തിനും 100% വരെ പ്രൊവിഷൻ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ലോസ് അസറ്റ് ആയിരുന്നു. ലോസ് അസറ്റിന് എപ്പോഴും 100% ആണ് പ്രൊവിഷൻ. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 7 എന്ന് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസസ് ഓഫ് എക്സ് ബാങ്ക് ലിമിറ്റഡ്, calculate the amount of provisions to be made in profit and loss account for the year ended 31st March 21. അപ്പോൾ എമൗണ്ട് ഓഫ് പ്രൊവിഷൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസിഫിക്കേഷൻ അതേപോലെ തന്നിട്ടുണ്ട്. ഇൻ ലാക്സിൽ എമൗണ്ടും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ. ഫോർ 1 ഇയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? D1. ഫോർ 2 ഇയർ എന്ന് പറയുമ്പോൾ D2. ഫോർ 3 ഇയർ എന്ന് പറയുമ്പോൾ D3 എന്ന് എടുക്കരുത്, D2 ആണ്. അപ് ടു 3 ഇയർ വരെ
D2 ആണ്. ഫോർ മോർ ദാൻ 3 years ആണ് D3. അപ്പോൾ ലോസ് അസറ്റും തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, എമൗണ്ടിൻ്റെ കോളം, പ്രൊവിഷൻ എത്രയാണ്, എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റിന് എത്ര പ്രൊവിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും 0.40%. അപ്പോൾ 0.40% ആണ്. എമൗണ്ട് ഓഫ് പ്രൊവിഷൻ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക. 6000 × 0.40 എന്ന് പറയുമ്പോൾ 24. അടുത്ത എന്താണ്, സബ്സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സെക്യൂർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് 15% പ്രൊവിഷൻ കൊടുക്കാം. 4400 × 15% എത്ര വരിക, 660 വരും. ഇനി ഡൗട്ട്ഫുൾ അസറ്റുകളാണ്. ഫോർ 1 year തന്നിട്ടുണ്ട്, ഫോർ 2 year തന്നിട്ടുണ്ട്, 3 year തന്നിട്ടുണ്ട്. 1 year എന്ന് പറയുമ്പോൾ D1. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാത്ത കാരണം നമ്മൾ എല്ലാം സെക്യൂർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫോർ 1 year D1ൻ്റെ എത്രയായിരുന്നു പ്രൊവിഷൻ വരിക, 25%. അപ്പോൾ 1800 × 25% എത്രയാണ്, 450. ഇനി D2 ഫോർ 2 year എന്ന് പറയുമ്പോൾ D2 ആണ് വരിക. അപ്പോൾ എത്ര പെർസെൻറ്റേജ്, 40%. 1200 × 40% ചെയ്യുമ്പോൾ 480 വരും. ഇനി നെക്സ്റ്റ് ഫോർ 3 year ആണ്. 3 year പറയുമ്പോൾ D3 അല്ല D2 ആണ്. അപ് ടു 3 എന്ന് പറയുമ്പോൾ D2 ആണ്. എബവ് 3 years എന്ന് പറയുമ്പോൾ മാത്രമാണ് D3 എടുക്കാൻ പാടും, തെറ്റിപ്പോരുത്. D2 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ്, 40% തന്നെ. 800 × 40% 320. ഇനി മോർ ദാൻ 3 years അവിടെയാണ് D3 എടുക്കേണ്ടത്. അപ്പോൾ D3ക്ക് എത്രയാണ്, 100%. അൺസെക്യൂർഡിനും സെക്യൂർഡ് പോർഷനും 100% പ്രൊവിഷനാണ് D3യിൽ വരുന്നത്. അപ്പോൾ 600 × 100% എന്ന് പറയുമ്പോൾ 600 തന്നെ. ഓക്കെ. ഇനി ലോസ് അസറ്റ് എത്ര, 100%. മുഴുവൻ പ്രൊവിഷനും കൊടുക്കണം, 1600. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊവിഷൻ 4134 എന്ന് കിട്ടും.